നമ്മളെ തമിഴത്തെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഞാനൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. സമ്മർ ഇൻ ബത്ലഹേമിലെ അജ്ഞാത കാമുകയാര്. നമ്മളെ ലിസ്റ്റില് 4 പെൺകുട്ടികളാണുള്ളത്. ഗായത്രി, അപർണ, ജ്യോതി, ദേവിക. പൂച്ചയെ ആ ബോക്സിലാക്കുന്ന ആ ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ തുടക്കത്തില്. അപ്പൊ കാണിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഹെയറിന്റെ ലെങ്ത്, ടെക്സ്ചർ, ബോഡി ഷേപ്പ്, ഡ്രസ്സിംഗ് സ്റ്റൈല്, വാക്കിംഗ് സ്റ്റൈല് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപർണ എന്ന പെൺകുട്ടിയുമായിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത്. അതുകൂടാതെ ഈ തുടക്കത്തിൽ കാണിക്കുന്ന ഈ പൂച്ചയെ കൊണ്ടുപോകുന്ന ആ പെൺകുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡില് 2 മോതിരമുണ്ട്. റിസ്റ്റില് വേറെ വാച്ചോ ബ്രേസ്ലെറ്റോ അങ്ങനെ ഒന്നുമില്ല. ഈ സിനിമയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ബാക്കി 4 പെൺകുട്ടികളിൽ അപർണ ഒഴിച്ച് ബാക്കി 3 പേരിലും റിസ്റ്റിൽ എന്തെങ്കിലും വാച്ചോ വളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അപർണയിലേക്കാണ് സംശയം നീളുന്നത്. അവസാന രംഗത്തിൽ ആ ഒരു തുണി എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ സീനിലും കൈ നോക്കുകയാണെങ്കിൽ വളയും വാച്ചും ഒന്നുമില്ല. ഇടത് കയ്യില് 2 മോതിരം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കുള്ള സീനിൽ ആ ഒരു പൂവും ലെറ്ററും കൂടി പുറത്തുകൂടി ഇട്ട് കൊടുക്കുന്ന സീനിൽ ആ കയ്യിലും 2 മോതിരം മാത്രമേ ഉള്ളൂ, റിസ്റ്റിലൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അപർണയാവാം ആ ഒരു അജ്ഞാത കാമുകി. പക്ഷേ തുടക്കത്തിലോ ആ ഒരു പാട്ട് സീൻ, ആ പൂച്ചയെ പാക്ക് ചെയ്യുന്ന സീനിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 3 പെൺകുട്ടികളെ കാണിക്കും. ഡാൻസ് കളിക്കുന്ന ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അതുപോലെ സൈഡ് തിരിഞ്ഞ് ആ പൂച്ചയും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ലെങ്ത് കുറവുള്ള ജ്യോതിയുടെ ഹെയറിന്റെ ലെങ്ത് കാണിക്കുന്ന ഒരു പെൺകുട്ടി. അത് കഴിഞ്ഞ് ഈ അപർണയുടെ ഹെയർ ലെങ്ത് ഉള്ള പെൺകുട്ടി. എന്തായാലും ദേവിക അല്ല, കാരണം ദേവികയ്ക്ക് നല്ല നീളമുള്ള മറ്റൊരു ടെക്സ്ചറിലുള്ള മുടിയാണ്. ഗായത്രി, അപർണ, ജ്യോതി ഈ 3 പെൺകുട്ടികൾ ഒരുപക്ഷെ ജയറാമിന്റെ ക്യാരക്ടറെ കളിപ്പിച്ചതും ആവാം എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എത്തിയത്. തുടക്കത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനായി കരുതണം. നിങ്ങളും ഒന്നുകൂടെ സിനിമയെ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോന്ന് ശ്രദ്ധിക്കാലോ.